ഉണ്ണി എത്തിയില്ലേ? ഭാഗീരഥി, ഉണ്ണി എത്തിയില്ലേ? അവനാ രാമനായരുടെ ചായക്കട കാണും. അവനാണല്ലോ ഇപ്പൊ അവന്റെ വലിയ ചങ്ങാതി. കാണാതാ പാല് കുറഞ്ഞു തുടങ്ങിയില്ലേ? 8-10 മാസമായില്ലേ തിരുമേനി? ആശുപത്രിയിലൊന്ന് കൊണ്ടുപോകണം. ഭാഗീരഥി, ഈ പാലെടുത്ത് അങ്ങോട്ട് വെക്കുക. കാലത്തിന്റെ ഒരു പോക്കേ. മൃഗങ്ങൾ ആശുപത്രിയിൽ പോയി നീ മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയാവും. എന്താ കഥ? നീ വേളിയിടുന്ന ആവശ്യം ഉണ്ടാവില്ല. ആ കണാരാ, താൻ ആ മാരാരോടൊന്ന് ഇവിടെ വരാൻ പറയാ. പക്ഷെ കാര്യണ്ട്. ആയിക്കോട്ടെ. ആ തിരുമേനെ മുത്തശ്ശൻ തിരക്കുന്നുണ്ട്. എവിടെ ആയിരുന്നു? ഞാൻ രാമനാരെ കടയിൽ പോയതാ. വേഗം അങ്ങോട്ടല്ലേ, കാത്തിരിക്കുക. ഉണ്ണി, എവിടെയാ നീ ഇങ്ങനെ ചുറ്റിത്തിരിയണേ? എന്തെങ്കിലും കഴിച്ചോ നീ? കഴിച്ചല്ലോ. അമ്മ ആരോടും പറയരുത് കേട്ടോ. ഞാൻ രാമനായർ കടയിൽ നിന്ന് 2 മുട്ട തിന്നു. രാമനായർ പറഞ്ഞു ആരോടും പറയില്ലാന്ന്. ശിവ, എന്താ ഈ കേക്കണത്? ചപ്പൻ രാമൻ, അവൻ ഇന്ന് എന്നെ ഒന്ന് കാണുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ? ഇവനിപ്പോ ആദ്യായിട്ടല്ലേ? മതി നിർത്തുക. പഴയതൊന്നും ഓർമ്മിപ്പിക്കണ്ട. അല്ല, ഞാൻ അറിയാതെ. എടാ, ഇങ്ങനെ ഓടാതെ വീഴും. ആയ്, എന്താ ഒരു സഹോദര സ്നേഹം, പൊട്ടന്റെ ഒരു സന്തോഷേ. ഇതൊക്കെ ഈശ്വരൻ കൊടുത്ത ശിക്ഷയാ. വെറുതെ ഓരോന്ന് പറയണ്ട കേട്ടോ. നീ എന്റെ വേളി വന്നതൊക്കെ ശരി, എന്നുവച്ച് എന്റെ അഭിപ്രായത്തെ തടയാനുള്ള അധികാരമൊന്നും എനിക്കില്ല. മതിയാക്കണുണ്ടാ നീയെ? ഇത്ര നേരമായി ഞാൻ കാത്തിരിക്കണു. നീ ഒന്ന് നിങ്ങളുടെ അടുത്ത് വന്നേ. എന്തിനാ? വർഷം 3 ആയില്ലേ അടുത്ത് വരാൻ തുടങ്ങിട്ട്. എന്നിട്ട് എന്താ കാണിച്ചേ? ഇതിനിപ്പോ ഞാനാ കുറ്റക്കാരൻ? എനിക്കൊരു തകരാറില്ല എന്ന് നിനക്കറിയാലോ. അപ്പൊ കുറ്റം എന്റേതായി. എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരണം കേട്ടോ. ആ അത് പോട്ടെ, നീ ഇവിടെ ഒന്നിരിക്കേ. നമുക്ക് ആ വൈദ്യരെ ഒരിക്കൽ കൂടി കാണണം. മാറിക്ക അങ്ങോട്ട്. പറയണ കേൾക്ക്. പഴക്കൂടെ രണ്ടുപേരും. ഞാൻ മുത്തശ്ശനോട് പറയൂട്ടോ. പൊട്ടൻ ചെക്കൻ, ഇപ്പൊ രാത്രിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങിയോ? നീ പോയി നിന്റെ മുത്തശ്ശനോട് പറയേ നിന്റെ ചേച്ചിയെ ഞാൻ കൊല്ലാൻ പോവാന്ന്. നിങ്ങൾ എന്തായി പറയണേ? ഉണ്ണി, നീ അപ്പുറത്ത് പോയി കിടന്നോ. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. പോ ചെല്. അതിന്റെ ഉന്മേഷവും പോയി. എന്നെ കൂടെ ഒന്ന് പറയക്കണ്ട കേട്ടോ. ഹലോ, ഇല്ല, സ്റ്റോക്ക് ഇല്ല. സാധനം കുറച്ചുണ്ട്, പക്ഷെ മിക്സ് ആണ്. കുറച്ചുണ്ട്, പക്ഷെ ഭയങ്കര ഡിമാൻഡാ. ശ്രമിക്കാം. ഇല്ല, അത് കൊടുക്കൂല. അതിനോത്ര ഇല്ല. അയ്യോ, ഇന്ന് രാവിലെ പോയത്. ഇതൊക്കെ ഇന്നലെ വൈകിട്ടേ പറയണ്ടേ. അത് പോയി. പിന്നെ സാധനം ഉണ്ട്, കുറച്ച് നനഞ്ഞു പോയി. സംഗതിയൊക്കെ ഓക്കെയാണ്, പക്ഷെ റേറ്റ് കൂടും. അയ്യോ, ഇനി താഴോട്ട് പോകാൻ പറയരുത്, അത് മോശ. ഇനി താഴോട്ട് പോകണ പരിപാടിയില്ല. ഇല്ല, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. അതെ, കട്ടേ, ഇല്ല, തെറ്റി. നമസ്കാരം തിരുമേനി. താനെത്തിയോ? ഇങ്ങനെ ഇരിക്കുക. ഓ, വിളിപ്പിച്ചത് കുറച്ചു ദിവസമായി മാരാരെ ഒന്ന് കാണാനിരിക്കാൻ തുടങ്ങി. ഇപ്പഴാ ഒന്ന് തരായത്. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഭാഗീരഥേ, മാരാര് വന്നിരിക്കണോ? കുറച്ച് സംഭാരം എടുക്കുക. ഈ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാൻ തന്നെ മാരാർക്ക് അറിയാലോ. അറിയാ. ആര് ചെയ്ത പാപാണാവോ ഈ ഇല്ലം ഉണ്ണിയിലെത്തി വേരറ്റു പോവോന്ന് എന്റെ സങ്കടം. അരുതാത്തൊന്നും ചിന്തിക്കരുത് തിരുമേനി. ഈ രാജ്യത്ത് ഇനിയും ഉണ്ടല്ലോ വൈദ്യന്മാരും ഡോക്ടർമാരും. ഉണ്ണിയുടെ അസുഖം ജന്മനാ ഉണ്ടായതൊന്നും അല്ലല്ലോ. വേണ്ട, പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഓ, മാരാരെ ഈയിടെയായി ഇവിടേക്ക് കാണാറേ ഇല്ലല്ലോ. അവക്ക് തീരെ സുഖമില്ല. ഞാൻ എവിടെയും പോയാ അവക്കാരാ പിന്നെ കൂട്ടുണ്ടാവുക. മക്കളൊക്കെ അവരവരുടെ വഴിക്കായില്ലേ. ഇനി മാരാരെ വിളിപ്പിച്ച കാര്യം അങ്ങോട്ട് തുറന്ന് പറയാം. കുറച്ച് ദിവസമായി ഉണ്ണിക്കൊരു വേളി ആയാലോന്നിരിക്കുക. അച്ഛാ,
അച്ഛൻ എന്താ ഈ പറയണേ? ഉണ്ണിയുടെ കഴിഞ്ഞ കഥകൾ അറിയാത്തവരായി ആരാ ഈ നാട്ടിലുള്ളത്? ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ഈ ഇല്ലത്തേക്ക് അയക്കോ? ഭാഗീരഥമ്മ ആദ്യം പിടിക്കണ്ട. ഈ ഇല്ലത്തിന് സമ്പത്തിന് കുറവൊന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ അവന്റെ അമ്മയാ, എന്നാലും പറയാം, ഒരു പാവം പെൺകുട്ടിയെ ബലിയാടാക്കാന്ന് വെച്ചാ. അങ്ങനെ ചിന്തിച്ച കാര്യം നടക്കോ ഭാഗീരഥമ്മേ? മാരാരെ തെക്കോട്ടൊക്കെ ഇല്ലെങ്കിലുണ്ടല്ലോ അവിടേക്ക് ഒന്ന് തിരക്കുക. സാമ്പത്തിക എത്ര പഞ്ഞാണെങ്കിലും ആ തറവാട് നന്നായാ മതി. അത് ഞാൻ ഏറ്റു. ഇതാ എന്നാ ഞാൻ അങ്ങോട്ട്. വാ 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 വാ. ഉള്ളേ ഉള്ളേ ദാ വരുന്നു. ഇങ്ങോട്ട് ഇറങ്ങുക. വാങ്ങണ വേഗം ഇറങ്ങ ആ വരിക. വാങ്ങണേ ആ പോടാ. ഉണ്ണിക്കറിയോ നമ്മൾ എവിടേക്കാ പോണെന്ന്? ഇല്ല, അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഈ കുപ്പായൊക്കെ ഫസ്റ്റായില്ല മാരാരെ? നന്നായിട്ടുണ്ട്. പുതിയ ഉടുപ്പിലുണ്ട്. എങ്ങനെയാ? നമ്മളിപ്പോ പെണ്ണ് കാണാൻ പോവല്ലേ? പെണ്ണ് കാണാനോ? അത് രാവിലെ കണ്ടതല്ലേ. അമ്മയെ കണ്ടു, ചേച്ചിയെ കണ്ടു, ബസ്സിലിപ്പോ ഒരുപാട് എണ്ണത്തിനെ കണ്ടില്ലേ. ഓ അതല്ല ഉണ്ണി, ഉണ്ണിക്ക് ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതിനാ പെണ്ണ്. അതെന്തിനാ മാരാരെ കല്യാണം കഴിക്കുന്നത്? ഉഫ്, എന്റെ കിഴങ്ങ, അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? ആ ഉണ്ണി, അവിടെ എത്തുമ്പം നിന്റെ ആ കളിയൊന്നും കളിക്കരുത്. മിണ്ടാതിരുന്നോളാ. ഞാൻ പറയും പോലെ കേട്ടാ നിനക്ക് ചായയും പലഹാരവും ഒക്കെ തരും, വയറ് നിറയെ. എന്നാ ഞാൻ മിണ്ടാണ്ടിരിക്കാം. അങ്ങനെ പറ, നല്ല കുട്ടി. ആ വരിക. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ആ ഇവിടെ ആരുമില്ലേ? അമ്മ ആരോ വന്നിരിക്കണോ? ആ ഇതാരും ആരാരോ കേറിയിരിക്ക. ഓ ഓ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്ന് വരുന്ന്. മറന്നുപോയോ? ഏയ് മറന്നിട്ടൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ആ പേരെന്താ പറഞ്ഞേ? പേര് പറഞ്ഞു കൊടുക്കും കുഞ്ഞെ. പറയും മോനെ. മാരാര് പറഞ്ഞില്ല ഒന്നും മിണ്ടരുതെന്ന്. എന്തിപ്പോ പേര് പറയാൻ പറയാ? ഉണ്ണിക്ക് ദേഷ്യം വരൂ കേട്ടോ. അതങ്ങനെയാണ്, ഭയങ്കര തമാശ. എന്റെ പേര് ഉണ്ണിയാന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ചായ എടുക്കുമോനെ? അതെ, കുട്ടികൾക്ക് വല്ലതും പറയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അവരായിക്കോട്ടെ. നമ്മൾ ഇവിടുന്ന് മാറല്ലേ? മാരാര് സംസാരിക്കും, ഞാൻ ഒന്ന് തീർക്കട്ടെ. മാരാരെ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ബോധിച്ചു. എനിക്കറിയാം ഉള്ളിക്ക് ശ്രീദേവി ഇഷ്ടാവുന്ന്. കാണാൻ തങ്കം പോലെ ഇരിക്കല്ലേ? അതല്ല മാരാരെ, ഭക്ഷണം അത് കേമായിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാറ്. ഈ കാലത്തുള്ള മാരാരെ ഈ പ്രായത്തില്